ഇപ്പൊ എടുക്കണം. വായി വരുന്ന അങ്ങനെ പറയാൻ പറ്റത്തില്ല. കിസ് എടുക്ക്, ഞാൻ കിസ് ചെയ്തു, നീ എടുക്ക്. ഒരു ഹായ് അയച്ച അപ്പൊ തന്നെ തിരിച്ചയക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറെ പോയി. നാരായണ നാരായണ, ലോകത്തിലേക്ക് വന്ന ദേവിയും തന്നെ വന്നു. റിയൽ ലൈഫില് പക്കാ സീരിയസ് ആണ്. പലപ്പോഴും നമ്മൾ സീരിയസ് ഇടുന്നതാണ്, കാരണം നമുക്ക് വയലൻസും ഇമോഷൻസും എല്ലാം ഉണ്ട്. അന്ന് ഏതൊക്കെ സിനിമ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു വിവാദം കേറിയപ്പോ അത് കുറച്ച് ഇതായി. അവരുടെ മാർക്കറ്റ് റീച്ച് JSKയുടെയും ഫ്ലാസ്കിന്റെയും എല്ലാം സംസാര ട്രെൻഡിങ്. നിങ്ങളുടെ സ്റ്റോറി ട്രെൻഡിങ് ആയപ്പോൾ മറ്റേ സ്റ്റോറികൾ താഴ്ത്തോട്ട് പോയി അല്ലേ? ഹലോ, നമസ്കാരം വ്യൂവേഴ്സ്. ടോക്ക് വിത്ത് ടൈഗേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബോറിംഗ് ആയിട്ടുള്ള ഇൻഡോർ ഷൂട്ടിന് പകരം നമ്മളിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ നോയ്സൊക്കെ പുറത്തുനിന്ന് വരും, കാരണം നല്ലൊരു വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല ക്ലൈമറ്റാണ്, ചെറിയൊരു മഴയുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഒരു മനോഹരമായ ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടന്നുകൊണ്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ മഴ കാരണം കൊണ്ട് പുറത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അടുത്ത കാലത്തായി സൂപ്പർ സ്റ്റാർ ആയി വിലസുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, വിവാദങ്ങളിലൂടെ നായകനായി മാറിയ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം വൈറൽ താരമായ അലൻ ജോസ് പെരേരയും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ വീഡിയോയിലൂടെ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒരു വിവാഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത്. അതിലൂടെ വിവാഹത്തിലൂടെ നമ്മൾക്കെല്ലാം സുപരിചിതയായ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള അലൻ ജോസിൻ്റെ ബെറ്റർ ഹാഫ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം 1-2 ദിവസം തെറ്റിദ്ധരിച്ച ശ്രീലക്ഷ്മിയും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. പ്ലീസ് കം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരെ പറ്റി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട്, വിവാദങ്ങളെ പറ്റി, മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് വളരെ നേരത്തെ തന്നെ അവർ റെഡിയായി വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയിൽ ഇവരുടെ ബിസി ഷെഡ്യൂളിനിടയിലും ഇവർ വന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. നമുക്ക് കാര്യങ്ങളിലോട്ട് പതുക്കെ കിടക്കാം. നമുക്കൊരു കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ട, വളരെ റെഗുലറായിട്ട് വളരെയധികം എന്താ പറയുക, കാഷ്വൽ ആയിട്ടുള്ളൊരു ടോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ ഈസ് യോഴ്സ്. എന്ത് കാര്യങ്ങളും പറയും, വിവാദങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, നിങ്ങൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് ആവട്ടെ, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു അവസരമായിട്ട് ഇത് കണക്കാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അലൻ ജോസിലോട് ആദ്യം പോകണോ അതോ ശ്രീലക്ഷ്മിയിൽ തുടങ്ങാം അല്ലേ? ലേഡീസ് ഫസ്റ്റ് കറക്റ്റ്. അതാണ് അതിൻ്റെതായ മാന്യത. ശ്രീലക്ഷ്മി, പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീലക്ഷ്മി ഒരു ട്രെൻഡിങ് താരമാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും, അതുപോലെ ശ്രീലക്ഷ്മിയുടെ മേക്ക് ഓവറിനെ പറ്റിയിട്ട്, ശ്രീലക്ഷ്മിയുടെ പുതിയ ഷൂട്ടിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഡേ ബൈ ഡേ എനിക്ക് തോന്നുന്നു 100 കണക്കിന് വീഡിയോസ് ഇവരെ പറ്റിയിട്ട് അപ്ലോഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അലിൻ ജോസ് ഓൾമോസ്റ്റ് 2-3 years ആയിട്ട് ആൾറെഡി ഇതാണെങ്കിലും അതേപോലെ ആ ലെവലിലേക്ക് തന്നെ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഇപ്പോൾ ശ്രീലക്ഷ്മി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിയോട് ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ വിവാദങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി, ഒരു മാസ് എൻട്രി എന്ന് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. എപ്പോഴാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതൊന്നൊരു സീക്വൻസ് ആയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ടൈം ലൈൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് അലന് തുടങ്ങാം. അലനെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത്, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ള ദിവസം തന്നെ അലന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് അലനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് മിണ്ടി, ഹായ് അലനെ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് മിണ്ടി. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അലൻ എന്നോട് ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, ഒരു റീലും ചെയ്യാൻ അലന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അലനോട് പറഞ്ഞു, എടാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന റീലും ഷോർട്ട് ഫിലിമും ഒക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അങ്ങനെയാണ് ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ. ഒരു റീലായിട്ടല്ല, ഒരു ഫോട്ടോഷൂട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പോകുന്നതും ഈ സംഭവത്തിന് പോകുന്നതും ഫോട്ടോഷൂട്ടിന് വേണ്ടിയാ പോയത്. അവിടെ ചെന്നപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി, ചുമ്മാ ഒരു കല്യാണം കഴിച്ചു എന്നങ്ങ് പറഞ്ഞാലോ, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്ന ഒരു റീലും കൂടെ ഇടാം. അപ്പൊ ഞാൻ പറഞ്ഞ നീ ഓക്കെ ആണെങ്കിൽ ചെയ്യാം, അവനും പറഞ്ഞു.
അങ്ങനെ ചെയ്ത സംഭവമാണ് ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ മുൻകൂട്ടി പ്ലാൻ ചെയ്താണോ അതോ പെട്ടെന്ന് തന്നെ ഇല്ല, spontaneous decision ആയിരുന്നു? അന്നേരം ഒരു ഐഡിയ ആണ്, തോന്നിയതാണ്. അത് ശരി, നിഷ ഐഡിയ ആയി പോയി. വല്ലാത്തൊരു വൈറൽ ഐഡിയ. സാധാരണ അത്രയൊന്നും ധൈര്യം സാധാരണ പെൺകുട്ടികൾ കാണിക്കാറില്ല. കാരണം ഇത് എങ്ങനെയാണ് ബാക്ക്ലാഷ് ചെയ്യാന്ന് നമുക്ക് അറിയില്ലല്ലോ. അതെ, 2-3 പടങ്ങൾ ബാധിച്ചെന്ന് പറയുന്നുണ്ട്. 2 വാക്ക് ഞാൻ പറയാം. JSKയും അപൂർവപുത്രന്മാരും ഫ്ലാസ്കും 3 പടം ഇറങ്ങിയിരുന്നു. അപ്പൊ ആ പടങ്ങളെ അത് തീർച്ചയായിട്ടും അത് റിവ്യൂസിനെ ബാധിച്ചു എന്നായിരിക്കും. പക്ഷെ പടങ്ങൾ, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർ സിനിമ കാണുക, അല്ലാണ്ട് സോഷ്യൽ മീഡിയ വിവാദങ്ങൾ അതവിടെ കിടക്കും. പക്ഷെ സിനിമ കാണുക, JSK സപ്പോർട്ട് ചെയ്യാൻ തന്നെ പറയാൻ പറ്റും. അല്ല, JSK എങ്ങനെ വിവാദമായിട്ട്? കാരണം ആ ട്രെൻഡിങ് സ്റ്റോറി താങ്കളുടെ ആയതുകൊണ്ട്. മറ്റേ മാധവ് സുരേഷ് ഒരുപാട് ട്രോൾ വരുന്ന സമയത്ത് ആ ട്രോൾ മുങ്ങിപ്പോയി. ശരി. എനിക്ക് മെസ്സേജ് അയച്ചു, മാധവനെ നീ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒരാളെ രക്ഷിക്കാനും താത്താനും വേണ്ടിയല്ല, പക്ഷെ നമ്മളിത് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. നമ്മൾ അന്നേരം ചിന്തിച്ച് ചെയ്തതാണ്. അന്ന് ഏതൊക്കെ സിനിമ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു വിവാദം കേറിയപ്പോ അത് കുറച്ച് ഇതായി. അവരുടെ മാർക്കറ്റ് റീച്ച് JSKയുടെയും ഫ്ലാസ്കിന്റെയും എല്ലാം സംസാര ട്രെൻഡിങ്. നിങ്ങളുടെ സ്റ്റോറി ട്രെൻഡിങ് ആയപ്പോൾ മറ്റേ സ്റ്റോറികൾ താഴ്ത്തോട്ട് പോയി അല്ലേ? അതാണ് കഴിവ്. ആക്ച്വലി സോഷ്യൽ മീഡിയയുടെ കഴിവാണ് അത്. ആക്ച്വലി ഇത്രയും വലിയ കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു മേ ബി എത്ര വലിയൊരു ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു പടങ്ങൾ, വലിയ പടങ്ങൾക്ക് പോലും ഒരു സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് അതിന് മിനിമം അല്ലെ, നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു 10 കോടി പ്ലസ് ഉണ്ടാവുമല്ലോ. ഇത്രയും കോടികൾ മുടക്കി ഉണ്ടാവുന്ന ഒരു സിനിമ പോലും സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒരു ട്രെൻഡിങ് വാർത്ത കൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി, അതിനെ താഴത്തോട്ട് പോകാൻ പറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പവർ നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്താണ് അല്ലേ? അറിയാം. പുള്ളി സാധാരണ രാവിലെ ഇടുന്ന റിവ്യൂ ഇടാൻ പറ്റുള്ള പുള്ളി. അത് ശരി. പുള്ളി രാത്രി ഇട്ടത്. ഇതുകൊണ്ടല്ലേ നിങ്ങളുടെ ട്രെൻഡിങ് ന്യൂസ് കാണുന്ന വേറെ ഒന്നും കേറില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ. അത് ശരി. അപ്പം എത്ര മണിക്കാണ് നമ്മൾ കല്യാണം? ആ സീക്വൻസ് ഉണ്ട് എത്ര മണിക്കാണ്? ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അന്നേരം ഇങ്ങനെ ഇവ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ ഉണർന്നപ്പോ ഞാൻ വിചാരിച്ചു ആലൻ പറഞ്ഞ ഫോട്ടോഷൂട്ട് ചെയ്ത അലാലിനോട് പറഞ്ഞു. ഞാൻ ഇതിന് മെസ്സേജ് ഇതിന് ഉറക്കമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ ഇന്ന് ഫ്രീ ആണ്, അപ്പൊ നമുക്ക് ആ ഫോട്ടോഷൂട്ട് അങ്ങ് ചെയ്യാന്ന്. പിന്നെ പെട്ടെന്നായിരുന്നു ഇവൻ പെട്ടെന്ന് വന്നു ചെയ്തു. അത് ശരി. 11 മണി 12 മണിക്ക് എണീക്കുന്ന ആളാണെന്നുള്ള എല്ലാവരും പറയാറുണ്ട്. വിഷ്ണു കൊച്ചിക്കാരനൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മള് റീൽസ് അങ്ങനെ കിടന്ന് ലേറ്റ് ആയിട്ടാ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ സമയത്ത് എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി ഫ്രീ ആണല്ലോ, അപ്പൊ വെറുതെ ഇരിക്കണ്ട, വർക്ക് ചെയ്യാ, ഇനിയും ചെയ്യാം, കിട്ടുന്നതൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പൊ ഇവന്റെ ഓർത്തത് അതാകുമ്പോ അടുത്താണല്ലോ, അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു വരാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാം. എടപ്പള്ളിയിലാണല്ലേ താമസിക്കുന്നത്? പുള്ളി കൊച്ചിയിലും രണ്ടിനും ഇടയിൽ ഒരു ഇടയുണ്ട് അല്ലേ? ആ ഇട ഇപ്പം ചെറുതായി ഒരു വിവാദത്തിലൂടെ വളരെയധികം ട്രെൻഡിങ് ആയി, ഫേമസ് ആയി അല്ലേ? അതെ. നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മള് എന്തായാലും റീച്ച് ആവുമെന്നറിയാം, കാരണം വെഡിങ് ഫോട്ടോഷൂട്ടാണ്, അപ്പൊ അത് റീച്ച് ആവുമെന്നറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇത്രേ ഇതാവും അങ്ങനെ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന നിലയിൽ ഇപ്പൊ ഒരു ദിവസം മാക്സിമം 3 ഇന്റർവ്യൂ അത്രയും വരാൻ തുടങ്ങി. അത്രയും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് അപ്രോച്ച് വരാൻ തുടങ്ങി. കാരണം നമ്മൾ പറയുന്ന പോയിന്റ്സ് ഇപ്പൊ ബുക്കിംഗ് പറയാറുള്ളൂ. ഒരാളുടെ പേര് വെറുതെ എടുത്ത് പറയാറില്ല. പക്ഷെ ചിലർക്ക് നമുക്ക് പറഞ്ഞു പോണതാണ്, ക്ഷമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്കിപ്പോൾ ആളുടെ പേര് പറയണമെന്നും കൂടി, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും അവിഭാജ്യ ഘടകമായ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആറട്ടണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ആദ്യം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേക്ക് വീഡിയോ ആണ്, ഞാൻ എന്റെ ഐഡിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഫോൺ എടുക്കാറില്ല, അറിയാലോ, ഞാനിപ്പോ ഈ അല്ലെങ്കിൽ തന്നെ ഫോൺ എടുക്കാറില്ല ആൾക്കാർ പരിചയത്തെ നമ്പരെ. അപ്പൊ ഒന്നാമത് എനിക്ക് എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ശരിക്കും കുറച്ചുകൂടിയൊക്കെ സംസാരം ഡേഞ്ചറാ ഞാൻ പറയുമ്പോ. പെട്ടെന്ന് ഷാർപ്പാണ്. ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ കോമഡി പറയുമെങ്കിലും ശരിക്കും റിയൽ ലൈഫിൽ പക്കാ സീരിയസ് ആണ്. പലപ്പോഴും നമ്മൾ സീരിയസ് വിടുന്നതാണ്, കാരണം നമുക്ക് വയലൻസും ഇമോഷൻസും എല്ലാം ഉണ്ട്. അതൊക്കെ മാറ്റി ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചൊക്കെ ഡിസിപ്ലിൻ മെയിൻറ്റർ ആയി നിൽക്കുന്നത്. അല്ലെങ്കിൽ പക്ക വയലന്റ് മെയിൻറ്റർ ആയിരുന്നു ഒരു സമയം വരെ. ഒരു അടി കിട്ടിക്കുക, തിരിച്ച് റിയാക്ട് ചെയ്യുക, പിന്നെ എടുക്കുക കൊടുക്കുക നല്ല
പറഞ്ഞു. പിന്നെ ഒരു സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പെൺകുട്ടി കാരണം നമ്മള് ഇപ്പൊ ഞാൻ പണ്ട് പാട്ട് പാട്ടേ. അപ്പൊ പാട്ട് പാടുന്നതും പിന്നെ ഫാൻസി ഡ്രസ്സ് അറിയാം അന്ന് മീശയൊന്നും പറ്റൂലല്ലോ. 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മീശയ്ക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പ്രച്ഛന്ന വേഷത്തിൽ കൂടുതലും പെൺവേഷങ്ങളെ കിട്ടാറുണ്ട്. എന്താ പറയാ ഒരു ചെറിയൊരു കാണിക്കാണ്. നാരായണ ഈ ലോകത്തിലേക്ക് വന്ന ദേവീന്ദ്രന് വന്നത് ആ രീതിയിൽ ഉള്ളൊരു മോഡ് ഓഫ് ഡയലോഗ് ഡെലിവറിയിൽ നാരായണ ചെയ്തിട്ടുണ്ട്. പിന്നെ വട്ടത്തുള്ള വല്യമ്മ, പിന്നെ രസമല്ലേ കേൾക്കുമ്പോ? ഓർമ്മയില്ല, ഏതെങ്കിലും ഒരു ഡയലോഗ് പറയൂ. അതിന്റെ ഉണ്ണിയാർച്ച ഡയലോഗോ മറന്നുപോയി ഫീൽഡ് വിട്ടുകൊണ്ട്. ശരി. അപ്പൊ അങ്ങനത്തെ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എതിർപ്പുകളുണ്ട്. ഇപ്പൊ എന്റെ അങ്കിൾമാരായിട്ടുള്ള ലാൽമാനങ്ങള്, ജോജങ്ങള്, അപ്പൊ അവർക്ക് വലിയ താല്പര്യമില്ല എന്റെ ഈ ഫീൽഡ്. കാരണം അവരോടൊരു ജോലി മേടിച്ചു തരാൻ പറഞ്ഞപ്പോ അവര് എന്നെ ആട്ടി ഓടിച്ചു, പുച്ഛിച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ കോമിക് അല്ലെങ്കിൽ കോമാളി ഈ ഇമേജ് ആൾക്കാർ പറയുന്ന ഒരു രീതിയിലേക്ക് വരില്ലായിരുന്നു. മനസ്സിലായോ? എന്നാലും ഇപ്പൊ ടിപ്പിക്കലി ഞാൻ എന്റെ രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം എന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അറിയാം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ്, ഓൾറെഡി കൊമേഡിയൻ ആണോ അല്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാന്ന് എന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. അല്ലാണ്ട് എന്റെ റീൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഇവിടെ ഒരു കൊല്ലം മുമ്പ് വരെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. എന്തോരം ആർട്ടിസ്റ്റുകൾ നമ്മളിപ്പം അഭിനയിക്കുന്നു. ഇപ്പൊ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസ്നി ആണെങ്കിലും ജംഗിൾ സുന്ദരിയിൽ അഭിനയിച്ചു. പക്ഷെ ആ ഒരു ട്രെൻഡ് നിലനിർത്താൻ പറ്റിയില്ല. ഒരുപാട് ചാനൽ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പറയും. ഞാൻ ഓഫർ ചെയ്തതാണ് ഇന്റർവ്യൂ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആ പെൺകുട്ടിയുടെ നമ്പർ ഒന്നും ആരും തന്നില്ല. അല്ലാണ്ട് എനിക്ക് ഈ നടിമാരുടെ നമ്പർ കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല ശരിക്കും പറഞ്ഞ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിൽ നിന്നും ഒരു ധൈര്യമായിട്ട് ഒരു നമ്മളെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ വന്നതിന് താങ്ക്സ്. ഈ ട്രാൻസിഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും? ലൈക്ക് ഈ ആദ്യം റിവ്യൂവർ എന്നുള്ള ലെവലിൽ നിന്നും കോമഡിയിലേക്ക് മാറി, കോമഡിയിൽ നിന്നും വീണ്ടും പാട്ടുകൾ പാരഡിയിലേക്ക് മാറി, പാരഡിയിൽ നിന്നും വീണ്ടും ഒരു വിവാദത്തിലേക്ക് ഉണ്ടാക്കി നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത ശേഷം അവിടെ നിന്നും സീരിയസ് ഇന്റർവ്യൂകളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ പ്ലാൻഡ് ആണോ? പ്ലാൻഡ് അല്ല. ഒഴുക്കിനൊപ്പം ഇപ്പൊ ഒരു കടൽ തിര മല ഒഴുകൂല്ലേ, അതേപോലെ ഒഴുക്കിനൊപ്പം പോവുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനകത്ത്. പിന്നെ നമ്മള് ഓഫ് വേ എന്ന് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരുണ്ട്, റസാഖ് പട്ടാഞ്ചേരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആ രണ്ടുപേരാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ അത് നമ്മള് ഒരു ടിപ്പിക്കൽ സ്റ്റേജിൽ അവരുടെ ഓഫ് വേ ഓഫ് നമ്മളുള്ള ഒരു എന്താ പറയാ ടോക്കിംഗ് സ്റ്റൈല് എനിക്ക് തീരെ പിടിച്ചില്ല. അതുകൊണ്ട് പലരെയും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് ഞാൻ 5000 കൊടുക്കാണെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. കാരണം അവരെന്നോട് കാണിച്ച പല മര്യാദകളുണ്ട് ചില ആൾക്കാർ, എസ്പെഷ്യലി പുള്ളിക്കാരൻ മറ്റേ പല വർക്കുകളിലും നമ്മളെ വിളിച്ചിട്ട് ഇപ്പൊ വേറെ കഴിഞ്ഞിട്ട് അധികം വർക്കുകളിൽ വിളിക്കാണ്ടായി, റെക്കമെൻഡ് ചെയ്യാണ്ടായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആക്ടിങ് പുള്ളിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്തല്ലോ, പുള്ളിനെ കൂടെ നിർത്തിയിട്ട് പല ഷോർട്ട് ഫിലിംസും പ്ലാൻ ചെയ്യാൻ നല്ല രീതിയിൽ. അപ്പൊ പുള്ളി അവിടെ നിന്നില്ല. പിന്നെ നമുക്ക് ഈ ലേഡീസ് ആയിട്ടുള്ള വിവാദം വന്നാൽ പുള്ളി മാറിപ്പോയി. ശ്രീലക്ഷ്മിയുടെ ലൈക്ക് ഫാമിലി ഒക്കെ ഇവിടെ തന്നെയാണല്ലോ അല്ലേ? അല്ല, പുറത്താണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ നാട്ടിലുണ്ട്, എറണാകുളത്തുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈക്ക് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്നും അകന്നു പോയോ? കൂടുതൽ ബോണ്ടിങ് ആയോ? പുറത്ത് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്? ഇതൊന്നും പറഞ്ഞുതരാമോ? ഫാമിലിയിൽ ഞാനിങ്ങനെ സംഭവം ചെയ്യാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞത് ഇങ്ങനെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ടാണെന്ന് അവിടെയും പറഞ്ഞത്. ആരാണെന്ന് പറഞ്ഞു, ചെയ്യാൻ പോവാണ്, വർക്കാണെന്ന് പറഞ്ഞു. അതൊക്കെ അവർക്ക് തന്നെ മനസ്സിലാവും, ആർക്ക് മനസ്സിലായില്ലല്ലോ. അവരാക്കെ ചെയ്യുന്ന പറഞ്ഞു. ഞാൻ എന്തായാലും ഈ ഫീൽഡിലാണല്ലോ, ഫിലിം എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന ആളാണല്ലോ. എന്റെ വർക്ക് കണ്ട വർക്കാണെന്ന് മനസ്സിലാവും. അല്ലാതെ ഞാൻ ചാടിപ്പോ ഒരാളെ കിട്ടുമെന്ന് അവര് വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്നെ അവർക്കറിയാം. അപ്പൊ എന്റെ കൂടെ എനിക്ക് എന്റെ ഒരു ഫോൺ കോണ്ടാക്ട്സിൽ ഒരുപാട്
വേറെ നമ്പർ ഉണ്ട്, ഓക്കെ. അറിയാലോ. അപ്പൊ നമ്പറിൽ ഭൂരിഭാഗം ആൾക്കാർ ഒരു 35 പേര് ലേഡീസാണ് അത്യാവശ്യം. അപ്പോ ആ ഒരു കാറ്റഗറി ആൾക്കാരിൽ നമ്മൾ സംസാരിക്കും, പക്ഷേ നേരിട്ട് കാണുമായിരിക്കാം ചില സമയത്തൊക്കെ ഓരോ ഫംഗ്ഷനുകളിൽ, പക്ഷെ നമ്മളൊരു ആക്ടിങ്ങിന് ഒരു റോളുണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും 15,000 തരാൻ പറയും. മനസ്സിലായി, നമുക്ക് റീച്ച് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഈ 15K ഒക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു 5K 10K വരെ കൊടുക്കാം. ഈ 15,000 രൂപ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അപ്പൊ ചില ആൾക്കാർ പറയും താല്പര്യമില്ലെന്ന് പറയും. 1-2 ആർട്ടിസ്റ്റുകളിൽ നമ്മൾ. പിന്നെ ചില ആൾക്കാർ നമ്മൾ ചെറിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞിരുന്നത് എന്നോട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ അവിടുന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഞാനാണ് ഫെയിമിൽ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ആ ഫെയിം പലപ്പോഴും ഞാൻ മറക്കാറേ ഉള്ളൂ. കാരണം നമ്മൾ ആ ഫെയിമിൽ ഇപ്പൊ 5 ദിവസം വരെയാണ് നീ എന്നോട് വരണം, അല്ലെങ്കിൽ രാത്രി സ്റ്റേ ചെയ്യണം, അങ്ങനെ ഞാൻ ആരോടും പറയാറില്ല. പക്ഷെ നമ്മള് വേ ഓഫ് രീതിയിൽ പറയാറുണ്ട് വന്നോന്ന്. പക്ഷെ ആ രീതിയിൽ നമ്മള് ഇപ്പൊ യാദൃശ്ചികമായിട്ട് സീരിയസ്മിനെ കണ്ടു, ഇന്റർവ്യൂ വെച്ച് അത് കഴിഞ്ഞപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. പിന്നെ അത് നല്ല രീതിയിൽ വന്നു, നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു ധൈര്യമായിട്ട്. പലരും മറ്റേ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഒരു ഷൂട്ടായിരുന്നു, വെഡിങ് ഫോട്ടോഷൂട്ട്. നമ്മൾ ചോദിച്ചപ്പോ പല രീതിയിലും ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ ചെയ്യാം. ആ രീതിയിൽ വരുമ്പോ ആ ഷോട്ട് അത് പെടുമല്ലോ. പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചില്ല, പക്ഷെ എന്നാലും വർക്ക് ചെയ്യാൻ ചോദിക്കാൻ പലർക്ക് എതിർപ്പായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോ നെഗറ്റീവ് കമന്റ്സ് വന്നെങ്കിലും കുറച്ച് എനിക്ക് പരിപാടി ഫോൺ കോൾ ഒക്കെ വന്നിരുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഭീഷണി നടക്കാറുണ്ട്, ഭീഷണി വരാറുണ്ട് അല്ലേ? ഭീഷണി ഒരുപാട് വരുന്നുണ്ട്. ശരി, ശ്രീലക്ഷ്മിക്ക് അതുപോലെ ഭീഷണിയുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ ഭീഷണികളോ എന്റെ അടുത്തോ ഭീഷണി കൊണ്ടുവരുന്നേ. ഞാൻ പറയട്ടെ, ഞാൻ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാം. ഈ ഭീഷണിപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് ചറവറ പറയുന്നവരൊന്നും എനിക്ക് തരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട എന്റെ കുടുംബത്തിലുള്ളവർക്കും എനിക്കും വല്ലതും വയറ്റിലോട്ട് പോകും. ഈ പറയുന്ന ആരും എനിക്കൊന്നും തരത്തില്ല. പിന്നെ ഞാൻ എന്തിനാ അവരെ മൈൻഡ് ചെയ്യുന്നത്? എനിക്ക് കുറെ അടുത്ത ഫ്രണ്ട്സ് അങ്ങനൊന്നും ഇല്ല, കുറച്ച് വിരൽ എണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാരും ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ഫ്രണ്ട്സ്. അതിനകത്ത് എന്നോട് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒഴിഞ്ഞുപോയി. അലൻ ജോസിന്റെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ട് കോമാളിയായി നീ അങ്ങ് മാറിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഹായ് അയച്ച അപ്പൊ തന്നെ തിരിച്ചയക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറെ പോയി. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, അങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് വേണ്ട. ഞാനെന്ന് കണ്ട എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ മതി എനിക്ക്. അല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ അലൻ ജോസിന്റെ കൂടെ ഇപ്പൊ ആറാട്ടാണ് എന്റെ കൂടെ ഒക്കെ ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്തെന്നിരിക്കും. അത് എനിക്ക് എന്റെ പാഷനാണ്, എന്റെ ഇഷ്ടമാണ് ആക്ടിങ്. അത് കണ്ടിട്ട് എന്നെ അംഗീകരിക്കുന്നവർ എന്റെ കൂടെ നിന്നാൽ മതി, അല്ലാത്തൊന്നും എനിക്ക് വേണ്ട. ഇത് ഓരോ നടിമാർക്ക് ഒരു മെസ്സേജാണ്. നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ ആസ് ആൻ ആക്ടർ, ആസ് ആൻ കണ്ടന്റ് ക്രിയേറ്റർ, ആ കണ്ടന്റ് ആയിട്ട് പ്രതിയാൽ അല്ലെങ്കിൽ സിനിമയായിട്ട് വർക്കൗട്ട് കയറിയിട്ട് ചെയ്യുക. അല്ലാണ്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ ഇപ്പൊ പോയി. ഞാൻ ചോദിക്കുന്നത്, അലൻ മനുഷ്യനല്ലേ? ചിലപ്പോ അവൻ എന്തെങ്കിലും പറയുന്നത് ചിലപ്പോ കൂടിപ്പോവും, ചിലപ്പോ കുറഞ്ഞു പോവും. ഓരോരുത്തർക്കും ഓരോതായ രീതിയിലായിരിക്കും സംസാരം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ അവൻ സംസാരിക്കണമെന്നില്ല. അവന്റേതായ ചില പരിമിതികളിലായിരിക്കും അവൻ സംസാരിക്കുന്നത്. അതൊരു കോമാളിത്തരമായിട്ടോ വിവരമില്ലാത്തവനെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയുള്ളവന്റെ കൂടെ നീ വീഡിയോ ചെയ്തോ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ഞാൻ അവന് സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു, അത്രേ. ഉപദേശിക്കാറുണ്ട്, പക്ഷെ നമ്മള് മറ്റേ ആൾക്കാർ പറയാൻ മാത്രമേ പറ്റുള്ളൂ ഓരോ കാര്യങ്ങൾ. പിന്നെ നമ്മള് ഒരാളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് സീരിയസ് ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് അറിയാമല്ലോ, തഗ്ഗൊക്കെ ചെയ്തല്ലേ. അപ്പൊ മോഡൽസ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കാണുമ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതാണ് എന്റെ ചോദ്യം. എന്റെ ഹസ്ബൻഡ് അല്ല അവൻ, അല്ലെങ്കിൽ എനിക്ക് ചെലവിന് തരുന്ന ആളോ എന്റെ ഹസ്ബൻഡോ ഒന്നും അല്ല. ഞങ്ങൾ ഒരു റീൽ ചെയ്തു സംഭവം. ഞാൻ ഇപ്പൊ മോഡേൺ ആയിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്ത് അവനെ വിളിക്കുന്നു. അതെന്തിനാ എന്നെ വിളിക്കുക? ഞാനാണ് ചെയ്തേക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് കാര്യങ്ങളോ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട് നേരിട്ട്. പുതിയ വീഡിയോനെ പറ്റിയിട്ടാണ് നമ്മൾ വേഷം മോശമായിട്ടുള്ള. ഞാൻ ചോദിക്കുന്നത് പഴയ നടിമാരൊക്കെ, ഇപ്പോഴത്തെ പിന്നെയും അത്ര വലിയ സംഭവങ്ങൾ, പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ നടിമാരൊക്കെ എത്രമാത്രം അവരുടെ വർക്ക് അവര് ചെയ്യുന്നത്, അവരവിടെ വേഷമൊന്നും നോക്കി നിൽക്കുന്നില്ല. വർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഇതാവും. പക്ഷെ എന്നാലും 5,00,000 വണ്ടി, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ ഏതൊക്കെ ഇപ്പൊ മൂവീസ് ആണെന്ന് പറയണം. അന്നത്തെ കാലത്തും
സിനിമ ഉണ്ടാകുന്ന അതിനെയൊന്നും ഇത്രയും വിമർശിച്ചിട്ടില്ല. നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, സിനിമ ഓർത്താൽ മതി. പിന്നെന്താ പറയാ, ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകളെ ടൈപ്പ് ഓഫ് കണ്ടന്റ്. അപ്പൊ ആ കണ്ടന്റ് ഇപ്പൊ സിനിമ കുറച്ച് മാറിയിട്ടുണ്ട്. ഇടയിൽ ഒരു വലിയൊരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയി. ഇടയിൽ ഒരു കാലത്ത് ഈ സിനിമയിൽ മാറുന്നില്ല ചില കാര്യങ്ങൾ. ലിപ് ലോക്ക് ഒക്കെ സിനിമയിൽ കാണിക്കുന്ന എന്താണെന്ന് ചോദിക്കുന്നത്. ഒരു പ്രൈവറ്റ് ആയിട്ട് സ്പേസിൽ ഒരു ലവ് വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് സിനിമയിൽ എന്തുകൊണ്ടാണ് കാണിച്ച് ആൾക്കാരിലേക്ക് അത് കണ്ടന്റ് നമ്മള് കുട്ടികൾ കാണുന്നില്ല സിനിമ. കാരണം കുട്ടികൾ സിനിമ ഒരു ഫാമിലി മൂവി കാണുമ്പോൾ പെട്ടെന്ന് ഒരു ലിപ് ലോക്ക് സീൻ വരുമ്പോൾ അത് ഇതൊരു ബാഡ് ഇമേജ് ആയി മാറും. അതെങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ, ലിപ് ലോക്ക് അത്രയ്ക്ക് മോശമായ ഒരു സംഭവമാണോ? അതല്ല എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞ ഒരു സിനിമയിൽ ഒരു സീക്വൻസില് ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് കാണുന്ന ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായി, എനിക്ക് പറഞ്ഞുതരാം. പേഴ്സണലി സിനിമയല്ല, പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച കഥയാണ്. പറഞ്ഞാൽ ഈ ഞാൻ ട്രാവൽ ചെയ്യുമല്ലോ, ഇപ്പോഴാണ് കാറിലും യൂബറിലൊക്കെ പോയിക്കൊണ്ടുപോയി. ഒരു സമയത്ത് വയറിലായ സമയത്ത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സമയം പറയും 6 മാസം മുന്നേ ഓർത്താം കറക്റ്റായിട്ട് പരിചയപ്പെടുന്ന മുന്നേ. അപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ ഫ്രഞ്ച് കിസ് ഫ്രണ്ട് സൈഡിൽ ഇറങ്ങുന്നതിന്റെ ബാക്കിൽ നിന്ന് ഇറങ്ങാം, ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. മനസ്സിലായി? സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങാം, ബാക്കിൽ നിന്ന് ഇറങ്ങാം. ബാക്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ കാണിക്കുമ്പോ, ബസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ ആസാൻ വ്യക്തി എനിക്ക് തല്ലാൻ തോന്നി ശരിക്കും പറഞ്ഞു. കാരണം എനിക്കത് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ ഫ്രഞ്ച് കിസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഫീൽ? കാരണം അപകർഷത ബോധമാണോ? ഞാൻ വിവാദപ്പെടുത്ത ഇത് കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സമൂഹം കുറെയൊക്കെ പ്രോഗ്രസീവ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയോ മറ്റേ മറൈൻ ഡ്രൈവിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, കിസ് ഓഫ് ലവ് എന്താ പറയുക, എനിക്ക് ഓർമ്മയില്ല, എന്താ പേരെന്ന് ഓർമ്മയില്ല. അങ്ങനെ ആണ് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്ന് കുറേ വിവാദങ്ങളുണ്ടായി. ഇപ്പോൾ പുറത്ത് പണ്ടൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നിന്നും കുറേയൊക്കെ മാറി അല്ലേ, സൊസൈറ്റി മാറി. പറയും. ഞാൻ ശരിക്കും ഒരു ഇന്റിമസി എന്ന് പറയാൻ പറ്റില്ല, റൊമാൻറ്റിക് ആയിട്ട് ഇടപെട്ട് വന്നിട്ടുണ്ട്. അതായത് പറയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നാലും പറയാം. 10ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഫ്രഞ്ച് കിസ് ആണോ? ഇഷ്ടപ്പെട്ടില്ല. ഫ്രഞ്ച് കിസ് ആയിരുന്നോ? ഫ്രഞ്ച് കിസ് ആണോ? കെട്ടിപ്പിടുത്തം നോക്കാം, ഭയങ്കര മുറുക്കി കെട്ടിപ്പിടിക്കാം. അതിപ്പോ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ പലരും പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. ശ്രീലക്ഷ്മിയുടെ കൂടെ ഒരു ലോഞ്ചിന് പരിപാടിക്ക് പോയപ്പോ സമയത്ത് വെറുതെ ഉമ്മ നോക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ അനുഭവിച്ചതാ. ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ പറയുന്നത് കിട്ടുമ്പോ എന്ത് സുഖം കൊണ്ടോ എനിക്കറിയില്ല. എനിക്ക് കെട്ടിപ്പിടിക്കുമ്പോ എനിക്ക് വലിയൊരു മനസ്സുഖമൊന്നും കിട്ടിയിട്ടൊന്നും. അത് വിവാദങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുപോകട്ടോ. കാരണം പറഞ്ഞ ആൾറെഡി അതിന്റെ കേസിൽ പറയുന്നുണ്ട് ഗേ ആണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. പറയാലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ 10 വയസ്സിൽ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു, ഒരു ബലമായിട്ട് കെട്ടിപ്പിടിച്ചു. അതൊക്കെ തെറ്റാണ്. ചിലപ്പോ ആ പെൺകുട്ടിയുടെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാറുണ്ട്. എടാ ഞാൻ പറയട്ടെ, ഒരാളെ കെട്ടിപ്പിടിച്ചോണ്ടതൊരു മോശമാകുന്നില്ല. ഇപ്പൊ അറബി നാട്ടിൽ ചെന്നാ ഫസ്റ്റ് നമ്മൾ ഇതായിരിക്കും കാണിക്കുക. അവര് പക്ഷെ അതല്ല, ആണും പെണ്ണും എല്ലാം ഹഗ് ചെയ്താണ് കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെ തന്നെയാണല്ലോ, സെലിബ്രിറ്റീസ് ഇങ്ങനെയാണ് ഹഗ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കണ്ടിന്യൂസ് ബലമായിട്ട് ചെയ്യുന്ന തെറ്റല്ലേ? 10 മിനിറ്റ് ഒക്കെ പറഞ്ഞാൽ സത്യം തന്നെ. ഈ പ്രായത്തിൽ 10 വയസ്സിൽ ചിലപ്പോ പക്ഷേ കുട്ടികളുടെ ഒരു ഇതായിരിക്കും, ചാബല്യമായിരിക്കില്ല. ഒരു ചാബല്യം. അത് താങ്കളെക്കാളും പ്രായം കൂടികളാണോ? പ്രായം കൂടികളാണോ കുറഞ്ഞ ആളായിരുന്നു? എങ്ങനെ ചെയ്യുക? സെയിം അതുപോലെയല്ലേ ചെയ്യുക. കൈ പിടിച്ചു കിടന്നത് എന്തോ ഞാൻ നിന്റെ കയ്യെ പിടിക്കാവുന്നുണ്ടോ? അതിന്റെ വർക്കാണ്, അതിനകത്ത് കൈ പിടിച്ചേക്കുന്ന പ്രശ്നം. കിസ് നീ ഇപ്പൊ എടുക്കണം. വായി വരുന്ന അങ്ങനെ പറയാൻ പറ്റത്തില്ല. കിസ് എടുക്ക്, ഞാൻ കിസ് ചെയ്തു, നീ എടുക്ക്. അങ്ങനെ തോന്നില്ലല്ലോ അല്ലേ? ഒരാളെ കുറിച്ച് അങ്ങനെ തോന്നാൻ പാടില്ല. കണ്ണി നേരിട്ട് കാണുന്ന കാര്യങ്ങളും ചെവിയിൽ നേരിട്ട് കേൾക്കുന്ന കാര്യങ്ങളും വിശ്വസിക്കാവൂ. അതിനകത്തൊരു വീഡിയോക്കകത്ത് നീ കിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നീ കാണിക്കും കിസ് ചെയ്തു. അതങ്ങനെ തോന്നേ, നിന്റെ ചിന്ത മൊത്തം അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നോണ്ടാ ഇവിടെ കിസ്സാ നടന്നേന്ന്.
സംഭവം എന്താണെന്ന് പറഞ്ഞു ഇടയിൽ വെച്ചിട്ട് മഴ വന്നപ്പോൾ ഒന്ന് ചെറിയ കട്ട് ചെയ്യേണ്ടി വന്നു. അതായത് അലിൻ പറഞ്ഞു ഇപ്പോൾ ഈ സീക്വൻസിൽ ഒരു കിസ്സിങ് സീൻ ഉണ്ടായില്ലേ ഇന്നലത്തെ ഇതിൽ മറ്റേ ഒരു നെറ്റിൽ കിടക്കുന്ന വല കിടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിൽ അമൃതത്തിൻ്റെ പാട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സീക്വൻസിൽ കിസ് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ അലിൻ പറഞ്ഞു. അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞു അത് കിസ്സല്ല, അത് അടുത്ത് കിടക്കുന്ന സീക്വൻസ് മാത്രമാണ്, അത് ക്യാമറ ടെക്നിക്കലി ചെയ്തിട്ടില്ല, കാണിച്ചു തരാം പറഞ്ഞപ്പോൾ മൊബൈലിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സീക്വൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ശരിക്കും ആ പാട്ടില് കിസ് ഉണ്ട്, ഞങ്ങള് പക്ഷെ ചെയ്തിട്ടില്ല. ഞങ്ങള് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ മുഖം വെച്ചു, ഇങ്ങനെ വെച്ചേക്കുക, പുള്ളിയുടെ മുഖം ഇങ്ങോട്ടും എന്റെ മുഖം ഇങ്ങോട്ടും, അത്രേ ഉള്ളൂ. എനിക്ക് താല്പര്യമില്ല, ഒരു റീലിന് വേണ്ടി എല്ലാവർക്കും കിസ് കൊടുക്കാൻ നടക്കുവാണോ ഞാൻ? അല്ല, അപ്പൊ ഒരു സീക്വൻസിൽ കിസ് ചെയ്യാൻ താല്പര്യം കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു. ഒരു സിനിമയിൽ വരുവാണെങ്കിലോ ഒരു ഇതിൽ വരുവാണെങ്കിലോ വീണ്ടും വിവാദങ്ങളാവുമോ? സിനിമ വരുമ്പോഴല്ലേ, സിനിമ വരുമ്പോ എനിക്ക് പറ്റുന്നതാണ് ഞാൻ ചെയ്യും. വെബ് സീരീസോ ഇതോ ഇല്ല, ഷോർട്ട് ഫിലിമോ വരുന്നില്ല. കൃത്യമായും വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു ശ്രീലക്ഷ്മി. സിനിമയാണെങ്കിൽ വലിയ ബഡ്ജറ്റിലുള്ള നല്ല അടിപൊളി സിനിമയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഇവരോട് രണ്ട് സിനിമ വന്നു കഴിഞ്ഞാൽ ഏത് സീൻ ഉണ്ടെന്ന് തോന്നി? എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ട് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് സ്റ്റോറികളോ ടോവിനോ. ഏത് കിസ്സിങ്ങോ? കിസ്സിങ് ഞാൻ ആരെയും കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. 6 സിനിമ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനകത്ത് ടോവിനോ ആണ് നായകനെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ആക്ടിങ്ങിലാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഏതാണ് സീക്വൻസിൽ ഇപ്പൊ ആരാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ. ഇഷ്ടമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കിസ്സിങ് സീൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. അത് ഫസ്റ്റ് തന്നെ അവർ പറയുമല്ലോ, നമുക്ക് ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് സീക്വൻസുകൾ എങ്ങനെയുണ്ട്, കുറച്ച് എക്സ്പോസ് സീൻസ് ഉണ്ട്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് താല്പര്യം മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ, അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനും പേഴ്സണലി ഒരു റീലിൽ സീരിയസ് കഴിഞ്ഞു. അടുത്തത് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു. ഏത് കിസ്സിങ്ങോ? ഏത് പ്ലാൻ ചെയ്ത് പറഞ്ഞു? അടുത്ത വേറെ റീലേ. ഓ അങ്ങനെ, വേറെ കുട്ടിയായിട്ട്. ഓക്കെ വേറെ കുട്ടിയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോറി. എന്നിട്ട് കിസ്സിങ്ങിനെ മൊത്തം കുറ്റം പറഞ്ഞ ആളാണ്, കിസ്സിങ് ഭയങ്കര കുറ്റമാണെന്ന് പറഞ്ഞ ആള് കിസ് ചെയ്യാൻ പോകുന്നത്. അതല്ല, ഞാൻ കിസ് ചെയ്യുന്നില്ല, പെൺകുട്ടിയെ കൊണ്ട് എന്നെ കിസ് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് കിസ് ചെയ്തെന്താ? അതൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണട്ടെ അലന്റെ കഴിവുകൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഗേ ആണെന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആൾക്കാർ. അവർക്കുള്ള ഒരു ചുട്ട മറുപടി ആവട്ടെ, നമ്മളെ ഒരു ലിപ് ലോക്ക് സീൻ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ വൈറലാകാനുള്ള ലാസ്റ്റ് 18ാമത്തെ അടവെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ട്, കെട്ടിപ്പിടിക്കാൻ പറ്റുമോ, ഗസ്റ്റിംഗ് സീൻ ഓക്കെ ആണോ എന്ന് ആ കുട്ടി ഓക്കെ ആയിട്ടുണ്ട്. 2 കുട്ടികളുണ്ട്, 2 അല്ല 3 ഇതിന് മുന്നേ വരെ അവന് വർക്കുകളൊന്നും വന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുന്നിട്ട് ഇറങ്ങിയോണ്ടാണല്ലോ ഇപ്പൊ പെൺകുട്ടികളൊക്കെ വർക്ക്. അപ്പോ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഒന്നാന്തരം ഫ്രഞ്ച് കിസ്സോ അല്ലെങ്കിൽ റഷ്യൻ കിസ്സോ ഒക്കെയാണ്, അല്ലാതെ ചുമ്മാ ഒരു പെൺകുട്ടി വന്നിട്ട് ഇവിടെ ലിപ്പില് അല്ലെ ഇവിടെ കിസ് ചെയ്ത് പോകുന്നതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കും. കാരണം നല്ലൊരു കിസ്സിങ് സീന് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഇവിടെ ചുട്ട മറുപടി ആവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, അത് ചെയ്യൂ, കാരണം പറഞ്ഞാല് ഇപ്പൊ ഗേ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർക്കുള്ള കൃത്യമായ മറുപടി ആവട്ടെ. അത് ഒരു ഡാൻസ് കാര്യങ്ങളും മറ്റൊക്കെ എന്നാലും നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്, കഥകളിൽ അത് ആക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും മൊത്തത്തിൽ കാണിക്കില്ല, എന്നാലും ആ ഒരു ചുണ്ട് കടിക്കുന്ന സംഭവം കാണിക്കില്ല, സീക്വൻസ് കാണിക്കും. എന്തിനു പിള്ളേരൊക്കെ നന്നായി കടിക്കൂ. ലിപ് ലോക്ക് സീന് നന്നായി ചെയ്യൂ, കാരണം പറയാം എന്താ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, താങ്കളുടെ കേസിൽ ഇപ്പൊ ഒരു നല്ലൊരു സീക്വൻസ് തരികയാണ്, അതിൽ ലിപ് ലോക്ക് സീന് വരണമെന്ന് പറഞ്ഞാല് ചെയ്യേണ്ടി വരില്ലേ നമുക്ക്? ആ സമയം നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇപ്പൊ നമ്മളെ എന്താണ് ഇമ്രാൻ ഹാഷ്മി, എന്താണ് കിസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ബോളിവുഡിലുള്ള അതേപോലത്തെ നമുക്കൊരു ട്രെൻഡിങ് ആവട്ടെ അല്ലേ? എന്തായാലും നമ്മൾ വിവാദങ്ങളുണ്ട്, അപ്പൊ കൂടുതൽ റീച്ച് വരട്ടെ, വീണ്ടും നമുക്ക് സോഷ്യൽ മീഡിയ കത്തിക്കാം അല്ലേ? അത് നല്ലൊരു ഐഡിയ ആണ്.